ഇലക്ഷൻ ഡ്യൂട്ടിയെ കുറിച്ചും പറഞ്ഞു പോകണം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ഇലക്ഷൻ ഡ്യൂട്ടി എന്നുള്ളത് വളരെ ഗംഭീരമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഗതിയാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഊണ് ഉറക്കൊഴിച്ച് 5-6 മാസം അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അത് പിന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു സംവിധാനമാണത്. പക്ഷെ ഈ ആധുനിക സൗകര്യങ്ങൾ വന്നൊരു സാഹചര്യത്തിൽ അതിന്റെ ഡ്യൂട്ടിയും അതിന്റെ സംവിധാനങ്ങളും ജോലിയും കുറച്ചുകൂടെ എളുപ്പമാക്കാവുന്നതാണ്. പക്ഷെ ആ എളുപ്പമാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ പറഞ്ഞു പോകണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ചില ആളുകൾ എഴുതിയ കുറിപ്പുകളും അതുപോലെ തന്നെ അവരുടെ സംസാരങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടായി. അപ്പൊ എന്താ വെച്ചാൽ ചില സ്ഥലത്ത് ചെന്നിട്ടുള്ള സംഭവം എന്താ വെച്ചാല് 10 മണിക്ക് എത്തണം എന്നാ പറയുന്നത്. 10 മണിക്ക് എത്താൻ വേണ്ടിയിട്ട് ആളുകൾ അവിടെ 9:30ക്കും 9:45 അവിടെ എത്തുന്നുണ്ട്. എവിടെ? ഈ ഒരു കലക്ഷൻ പോയിന്റിന്റെ ഒരു 100 മീറ്റർ അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ ഒക്കെ അടുത്ത് എത്തി നിന്ന് പിന്നെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. പിന്നെ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ആ സെന്ററിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. പിന്നെ അത് വണ്ടി പാർക്ക് ചെയ്യുന്നത് 1ഉം 2ഉം 2.5 കിലോമീറ്റർക്ക് അപ്പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് പിന്നെ വണ്ടികൾ ഷട്ടിലടിക്കുക. എന്നിട്ട് ആ വണ്ടി ഷട്ടിലടിച്ച് ഇവിടെ എത്തുമ്പോഴേക്ക് ഉച്ചയാകുക. എന്നിട്ട് ഇതൊക്കെ ഏറ്റുവാങ്ങുന്ന ആളുകൾ തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാകുക. പിന്നെ ഇത് അതേപോലെ തന്നെ കഴിഞ്ഞ ശേഷം കൊടുക്കുന്നിടത്തുള്ള തിരക്കുകൾ, വാങ്ങുന്നിടത്തുള്ള തിരക്കുകൾ, ഇതൊക്കെ ഈ സംവിധാനങ്ങളും ഒക്കെ വർദ്ധിച്ചിട്ടും എന്തുകൊണ്ട് അത് ലളിതമാക്കാൻ കഴിയുന്നില്ല എന്നതിനെ കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കണം എന്നുകൂടി ഇതിനോട് ബന്ധിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കാര്യം, അപ്പോഴും തന്നെ അവിടെ ആകെ ട്രാഫിക് ബ്ലോക്കുകളാണ്. അവിടുന്ന് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് 2, 2.5, 3 മണിക്കൂർ അവിടെ നിന്ന് ചുറ്റിത്തിരിയേണ്ട സാഹചര്യം ഉണ്ടായതായിട്ട് ഉദ്യോഗസ്ഥന്മാർ പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ ഒരു ഇത്ര ആൾക്കൂട്ടം വരുന്ന ഒരു സ്ഥലത്ത് എത്ര പാർക്കിംഗ് സൗകര്യം വേണം? അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ എങ്ങനെ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാവുന്നത്, അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. അതിനൊക്കെ എത്ര സംവിധാനങ്ങളുണ്ട്. അതുപോലെ അവിടെ വിതരണ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഈ ബൂത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോറങ്ങൾ, ആ ഫോറങ്ങളുടെയൊക്കെ എണ്ണം ഇനിയും നമുക്ക് കുറെ ക്രമീകരിക്കാവുന്നതാണ്. ഈ പ്രിസൈഡിംഗ് ഓഫീസർമാരൊക്കെ അത് ഒരുപാട് സമയം നില്ല് എഴുതിയിടാൻ വേണ്ടി കണ്ട് ഉപയോഗിക്കുന്ന സന്ദർഭം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ അതിന് എല്ലാ ബൂത്തിലും നിയമങ്ങൾ ഉണ്ടാക്കുക, അതിന്റെ എല്ലാ പ്രൊസീജിയറിലേക്കും പോവുക എന്നതൊക്കെ ഇനിയും പുനഃപരിശോധന ചെയ്യണം. പക്ഷെ ആ പുനഃപരിശോധന ചെയ്യുമ്പോൾ അത് ചിലരുടെ അജണ്ട നടപ്പാക്കാൻ ഉപയുക്തമാകുന്ന രീതിയിൽ ആകാതിരിക്കാനുള്ള ജാഗ്രതയും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈ ഒരു ആശയക്കുഴപ്പം, ആശങ്ക അല്ലെങ്കിൽ സംവിധാനത്തിലെ വിശ്വാസ്യത തകരുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകരുത്. അതിന് മാധ്യമങ്ങൾ കാവൽ നിൽക്കണം, രാഷ്ട്രീയ പാർട്ടികൾ കാവൽ നിൽക്കണം, പൗരന്മാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഈ സംസാരം നമ്മുടെ സംവിധാനത്തെ കൂടുതൽ ആശയക്കുഴപ്പം ഉള്ളതാക്കാനല്ല, ആശയക്കുഴപ്പം ഉള്ളതിനെ ക്ലിയർ ആക്കണം, വ്യക്തത വരുത്തണം, അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഉണർന്നു പ്രവർത്തിക്കണം. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഈ ജനാധിപത്യ സംവിധാനത്തെ ഒരു സംശയരഹിതമായി നിലനിർത്തണം എന്ന് മാത്രം സൂചിപ്പിക്കണം.